എല്ലാവർക്കും B4 ബയോളജിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ബയോളജി എന്ന് നോക്കാം. ബയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളുടെ പഠനത്തിനാണ് നമ്മൾ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണ്? ദ അറേഞ്ച്മെന്റ് ഓഫ് എനിത്തിങ് ഇൻടു ഗ്രൂപ്പ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. എന്തെങ്കിലും വസ്തുവിനെയോ ജീവികളെയോ നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ തന്നെ നോക്കുക. ഇവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങൾ പലവിധമുണ്ട്, പൂമ്പാറ്റകളുണ്ട്, ചെടികൾ തന്നെ ചെറിയ വള്ളിച്ചെടി മുതൽ മരങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഇവയെല്ലാം ഒന്നിനൊന്നോട് സാദൃശ്യമല്ല, ഇവര് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇവർ ഓരോ ഗ്രൂപ്പിൽ പെട്ടവരുമാണ്. അപ്പം ഇത്തരത്തിൽ ജീവികളെ, അതായത് ഓർഗാനിസത്തെ മുഴുവൻ ഗ്രൂപ്പ് തിരിക്കുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കളുടെ ഗ്രൂപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ. അരിസ്റ്റോട്ടിൽ ആണ് നമ്മുടെ ബയോളജിയുടെ ഫൗണ്ടർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ അതുകൊണ്ട് തന്നെ ജീവികളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു നോക്കാം. Aristotle was the earliest to attempt a more scientific basis for classification of organisms. ഏറ്റവും ആദ്യം തന്നെ സയന്റിഫിക് ബേസിസ് വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് അരിസ്റ്റോട്ടിൽ ആണ്. He classified plants to trees, shrubs and herbs and animals into two groups, those with red blood and without red blood. മെയിൻ ആയിട്ട് പ്ലാന്റ്സിനെ അദ്ദേഹം ട്രീസ്, ഷ്രബ്, ഹെർബ് എന്ന് തിരിച്ചു. അതുപോലെ തന്നെ ആനിമലിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. റെഡ് ബ്ലഡ് ഉള്ളവരും ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. ഈ റെഡ് ബ്ലഡ് ഉള്ളതിനെ തന്നെ വീണ്ടും മാമൽസ്, ലിസാർഡ്, ബേർഡ്സ്, ഫിഷ് ഇങ്ങനെയൊക്കെ ഗ്രൂപ്പിലുള്ളവരെയും കാണാം. നോൺ റെഡ് ബ്ലഡ് ആയിട്ടുള്ള ഹാർഡ് ബോഡിയിലും സോഫ്റ്റ് ബോഡിയിലും, ഹാർഡ് ബോഡീഡ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളും സോഫ്റ്റ് ബോഡിയിനെ വീണ്ടും രണ്ടായിട്ട്, അതായത് ഷെൽ ആൻഡ് വിത്തൗട്ട് ഷെൽ. ഷെല്ലിന് വിത്ത് ഷെല്ലുള്ള ഒരു സോഫ്റ്റ് ബോഡീഡ് നോൺ റെഡ് ബ്ലഡ് ആയിട്ടുള്ള ആനിമൽ ആണ് ഷെൽ ഫിഷ്. അതുപോലെ തന്നെ നോ ഷെല്ലുള്ള ഒരു ജീവിയാണ് ജെല്ലി ഫിഷ്. ഇതാണ് അരിസ്റ്റോട്ടിൽ ആദ്യം നടത്തിയ ക്ലാസിഫിക്കേഷൻ. ഇത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ലിനേയസ് ഇൻ 1758. ലിനേയസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ദി സിസ്റ്റം ക്ലാസിഫൈസ് ഓർഗാനിസം ഇൻടു ടു കിങ്ഡംസ്, പ്ലാന്റേ ആൻഡ് അനിമേലിയ. അപ്പൊ മുഴുവൻ ഓർഗാനിസത്തിനെ മെയിൻ ആയിട്ട് രണ്ട് കിങ്ഡം ആയിട്ട് തിരിച്ചു. കിങ്ഡം പ്ലാന്റേ, അതുപോലെ കിങ്ഡം അനിമേലിയ. ഇതിന് ഈ ഒരു ക്ലാസിഫിക്കേഷന് ചില പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. അതിനാണ് നമ്മൾ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ജീവികളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പെടുന്ന ബാക്ടീരിയ, സയനോബാക്ടീരിയ, ഈ ചിത്രത്തിൽ കണ്ടിരിക്കുന്ന പോലെ. അതുപോലെ തന്നെ യൂക്യാരിയോട്ട് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായ ഫംഗൈ, മോസ്, ഫേൺസ്, gymnosperms and angiosperms were included under plants based on the presence of cell wall, but they are widely differed in other features. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് പ്രോക്യാരിയോട്ട് ആയിട്ടുള്ള ജീവിയും യൂക്യാരിയോട്ട് ഉള്ള ജീവികളും ഇവർ മൂന്നും വ്യത്യസ്തമായ ഘടനയുള്ളവരാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉള്ളവരാണ്. പക്ഷെ ഇവരെ എല്ലാം കിങ്ഡം പ്ലാന്റേക്കകത്താണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. രണ്ടാമത്, it included unicellular and multicellular organism in same group. Example, Chlamydomonas and Spirogyra were placed under algae. Algae എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പില് Chlamydomonas, Spirogyra എന്ന് പറയുന്ന രണ്ട് ജീവികളുണ്ട്. ഈ രണ്ട് ആൽഗയിൽ ഇതിൽ ഒരെണ്ണം യൂണിസെല്ലുലർ ആണ്, കണ്ട ഒറ്റ സെല്ലുള്ള ജീവികളാണ്, ഏകകോശ ജീവിയാണ്. എന്നാൽ മറ്റേത് മൾട്ടി സെല്ലുലർ ആണ്. അപ്പം ഇതും ഇങ്ങനെ ഗ്രൂപ്പിങ്ങും എല്ലാം കൂടെ നടത്തുന്നത് പ്ലാന്റേക്കകത്ത് വരിക എന്ന് പറയുന്നത് അതും ഒരു ഗ്രൂപ്പിങ്ങിന്റെ നല്ലൊരു ഇതായി തോന്നിയിരുന്നു. അതൊരു ഡ്രോബാക്ക് ആണ്. രണ്ടാമത്, ഇറ്റ് ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹെട്രോട്രോഫിക് ഫംഗൈ ആൻഡ് ഓട്ടോട്രോഫിക് ഗ്രീൻ പ്ലാന്റ്സ്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫംഗസിന്റെ ഒക്കെ കേസ് നമുക്കറിയാം, അവര് ഒരിക്കലും മണ്ണിൽ നിന്നല്ല ഫുഡ് എടുക്കുന്നത്. അവർ ഇതുപോലെ തന്നെ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നാണ് ഈ ഫംഗസ് ഒക്കെ വളർന്നു വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. എന്നാൽ ഗ്രീൻ പ്ലാന്റ്സിന്റെ കാര്യം പറയുമ്പം അവര് എപ്പോഴും സൂര്യനിൽ നിന്നാണ് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പം ഇവിടെ ഹെട്രോട്രോഫിക് ഡെഡ് ഓർഗാനിസത്തിൽ നിന്ന് എടുക്കുന്ന ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഫംഗസും സൂര്യനിൽ നിന്ന് എനർജി എടുത്ത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സും എല്ലാം ഒരു ഗ്രൂപ്പിൽ പെടുത്തിയതും ഈ പറഞ്ഞ ടു കിങ്ഡത്തിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഫഞ്ചി ഹാവ് chitinous cell wall while the green plants have cellulosic cell wall. ഇനി ഇവരുടെ സെൽ വാളിന്റെ സ്ട്രക്ചർ പറയുമ്പോഴും രണ്ടിനും വ്യത്യസ്തമായ മെറ്റീരിയൽ ആണുള്ളത്. ഫംഗസിന് ഈ പറഞ്ഞ പോലെ കൈറ്റിനസ് ആയിട്ടുള്ള സെൽ വാൾ ആണുള്ളതെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിന് സെല്ലുലോസിക് സെൽ വാൾ ആണുള്ളത്. ഇനി ഇതിന് ശേഷം കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അടുത്ത ലെവൽ ഓഫ് ഗ്രൂപ്പിംഗ് ഓർഗാനിസത്തിന്റെ. It is proposed by R.H. Whittaker in 1969. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പ്രപ്പോസ് ചെയ്ത് കൊണ്ടുവന്നത് R.H. Whittaker ആണ്. It includes Monera, Protista, Fungi, Plantae and Animalia. അതായത് എല്ലാ ഓർഗാനിസത്തിനെയും അദ്ദേഹം ഈ പറഞ്ഞ പോലെ 5 കിങ്ഡം ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാ നോക്കി? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡം ആയിട്ടാണ് R.H. Whittaker എല്ലാ ഓർഗാനിസത്തിനെയും ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. This classification is based on cell structure, thallus organization, mode of nutrition, reproduction and phylogenetic relationship. ഈ ഓർഗാനിസത്തിനെ 5 കിങ്ഡം ആയിട്ട് തിരിക്കാൻ R.H. Whittaker നടത്തിയ ക്ലാസിഫിക്കേഷൻ നടത്തിയതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒന്ന് സെല്ലിന്റെ സ്ട്രക്ചർ അനുസരിച്ചുള്ള ഡിഫറൻസ്, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ടേബിൾ കണ്ടോ? നമ്മൾ ഈ ടേബിൾ നല്ലപോലെ പഠിച്ചിരിക്കേണ്ട. കാരണം ഓരോ 5 കിങ്ഡത്തിന്റെയും മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, അനിമേലിയ ഇവര് തൊട്ടുള്ള എല്ലാ ക്ലാസിഫിക്കേഷന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇച്ചിരി യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് തുടങ്ങുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ മുതലാണ്. പ്രോട്ടിസ്റ്റയുടെ കാര്യം പറയുമ്പം സെൽ ടൈപ്പ് യൂക്യാരിയോട്ടിക് ആണ്, അത് മൾട്ടി സെല്ലുലാർ ആണ്. സെൽ വാൾ പ്രസന്റ് ഉണ്ട് എന്ന് ചിലതേ ഉള്ളൂ. ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെ ഫുഡ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക് ആണ്. അതായത് ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെട്രോട്രോഫിക്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താ? ഈ പറഞ്ഞ പോലെ സണ്ണിൽ നിന്ന് എനർജി എടുത്തിട്ട് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓട്ടോട്രോഫിക്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നാണ് ഫുഡ് എടുക്കുന്നതെങ്കിൽ അത് ഹെട്രോട്രോഫിക്. അതാണ് പ്രോട്ടിസ്റ്റ. ആദ്യം തന്നെ പ്രോട്ടിസ്റ്റ പറയുന്നത്. കാരണം ഇവിടെ തൊട്ടാണ് യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം നമ്മൾ തുടങ്ങുന്നത്. അപ്പം പ്രോട്ടിസ്റ്റ കിങ്ഡത്തിലുള്ള ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഇതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം കിങ്ഡം മൊനീറ. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും തുടക്കം തുടങ്ങുന്ന കിങ്ഡമാണ് കിങ്ഡം മൊനീറ. ഇതിന്റെ ക്യാരക്ടർ പറയുമ്പോൾ ഇവിടെയും സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ടിക് ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ഏകോശ ജീവികളെല്ലാം കാണുന്നത് കിങ്ഡം മൊനീറയിലാണ്. ഇവരുടെ സെൽ വാൾ പറയുമ്പോൾ നോൺ സെല്ലുലോസിക് ആണ്. കാരണം നോൺ സെല്ലുലോസിക് ആയതുകൊണ്ട് ഇതിന്റെ മെറ്റീരിയൽ പോളിസാക്കറൈഡും അമിനോ ആസിഡുമാണ്. ഇവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. സെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ വരെ ഉള്ളൂ. ഇവർക്ക് സെല്ല് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ഒന്നുമില്ല. വെറും യൂണിസെല്ലുലാർ ആയിട്ടുള്ള സെൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കിങ്ഡം മൊനീറയിലുള്ള ഓർഗാനിസത്തിന്. മോഡ് ഓഫ് ന്യൂട്രീഷൻ പറയുമ്പോൾ ഇവരും ഓട്ടോട്രോഫിക് ആണ്. ഇത് തന്നെ 2 വിധത്തിലുണ്ട്, ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും. ഫോട്ടോസിന്തറ്റിക് സണ്ണിൽ നിന്ന് എനർജി എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. കീമോസിന്തറ്റിക് എന്ന് പറയുന്നത് കെമിക്കലി ഉള്ള മെറ്റീരിയൽ നിന്ന് ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി എടുക്കുന്നു. അങ്ങനെയാണ് വ്യത്യാസം. കെമിക്കൽ കോമ്പൗണ്ടിൽ നിന്ന് ഓക്സിഡൈസ് ചെയ്ത് എനർജി എടുക്കുന്നു. ഇനി രണ്ടാമതൊന്നും കൂടെ ഉണ്ട്, ഹെട്രോട്രോഫിക്. ഹെട്രോട്രോഫിക് എന്താ? മറ്റുള്ളവയിൽ നിന്ന് ഫുഡ് എടുക്കുന്നത്. അത് തന്നെ 2 വിധത്തിലുണ്ട്, സാപ്രോഫൈറ്റും പാരസൈറ്റും. സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത് പാർഷ്യലി മറ്റു ജീവിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ വളരുന്നെങ്കിൽ പോലും അതിന് ഒരു ദോഷം ഉണ്ടാക്കുന്നില്ല. എന്നാൽ പാരസൈറ്റിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ന്യൂട്രീഷൻ എടുക്കുന്നത്. അതിന് ആ ഹോസ്റ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനാണ് സാപ്രോഫൈറ്റും പാരസൈറ്റും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ കിങ്ഡം ഫഞ്ചി.
കിങ്ഡം ഫഞ്ചയുടെ കാര്യം പറയുമ്പോൾ അവിടെയും സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാൾ പ്രസന്റ് ആണ്, പക്ഷെ അതിന്റെ മെറ്റീരിയൽ ആയിരിക്കും ക്രൈറ്റിനും പോളിസാക്രൈഡും. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ, അപ്പം ഇതൊരു ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് സെല്ലുലാർ മാത്രമല്ല മൾട്ടി സെല്ലുലാർ ആണ്, ലൂസ് ടിഷ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് മാത്രമാണ്. ഫംഗസ് നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഹെട്രോട്രോഫിക് ആണ്. അവരും സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക് ആയിട്ട് കാണാം. ഇനി സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കിലും ഒരു വ്യത്യാസം പറഞ്ഞാൽ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഇത് ഏകദേശം ഡെഡ് ആയിട്ടുള്ളതിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പാരസൈറ്റിക് ഡെഡിലോ ലീവിങ്ങിലോ നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റ്. നമുക്ക് എല്ലാ പ്ലാന്റ്സും വരുന്ന കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. അവരും സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക്. സെൽ വാള് പ്രസന്റ് ആണ്, മെറ്റീരിയൽ സെല്ലുലോസ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂവിൽ നിന്ന് ഓർഗൻ വരെ എത്തുന്നുണ്ട്. എന്നാൽ ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് മാത്രമാണ്. അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. എല്ലാ പ്ലാന്റ്സും എനർജി എടുക്കുന്നത് സണ്ണിൽ നിന്നാണ്. അത് വെച്ചിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ലാസ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ. എല്ലാവിധ ആനിമൽസ് വരുന്ന കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ. അവര് അഡ്വാൻസ്ഡ് നമ്മളൊക്കെ വരുന്ന കിങ്ഡം അനിമേലിയ, മനുഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും വരുന്ന കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. അവരെല്ലാവരും തന്നെ സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാള് ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അനിമേലിയിലുള്ള എല്ലാ ജീവികൾക്കും ടിഷ്യൂ തൊട്ട് ഓർഗൻ തൊട്ട് ഓർഗൻ സിസ്റ്റം വരെയുള്ള ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരുടെയും ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക് ആണ്. ഹെട്രോട്രോഫിക് തന്നെ ഹോളോസോയിക്, ഫുള്ളായിട്ട് ഫുഡ് അങ്ങനെ തന്നെ കൺസ്യൂം ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക്, ഡെഡ് ഫുഡിൽ നിന്ന് അല്ലെങ്കിൽ എനർജി എടുക്കുന്ന ഒരു ഇതുകൊണ്ട് ന്യൂട്രീഷനും ഉണ്ട്. അപ്പൊ അതാണ് കിങ്ഡം അനിമേലിയെ പറ്റി പറയാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം 5 കിങ്ഡത്തിന്റെയും വ്യത്യാസം വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് 5 കിങ്ഡത്തിന്റെയും ഗ്രൂപ്പ് തിരിച്ച് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത് മൊനേറിയയിൽ നിന്ന് അഡ്വാൻസ്ഡ് ചെയ്തത് പ്രോട്ടിസ്റ്റയിൽ നിന്ന് ക്യാരക്ടർ കൂടി ഫഞ്ചി, പ്ലാന്റ്, അനിമേലി. ഇങ്ങനെയാണ് എവല്യൂഷണറി വൈസ് ഡെവലപ്മെന്റ് നടക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റും.